ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് ഫുഡ് ടെക്നോളജിയിലെ പുതിയൊരു ടോപ്പിക്ക് നോക്കാം. പാസ്ചറൈസേഷനാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പാസ്ചറൈസേഷൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. പാസ്ചറൈസേഷൻ എന്നാൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഫുഡിനെ ചൂടാക്കുകയും അതിനുശേഷം തണുപ്പിക്കുകയും അതുവഴി ഫുഡിനെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും അതുപോലെ തന്നെ എൻസൈംസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ബാക്ടീരിയ സ്പോർസിനെ ഇവ നശിപ്പിക്കുന്നില്ല. ഈ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്ററാണ്. 19th സെഞ്ച്വറിയിലാണ് അദ്ദേഹം പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. അത് വൈനിലാണ്. അപ്പം ലൂയിസ് പാസ്റ്ററിനെ നമ്മൾ ഫാദർ ഓഫ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു. അദ്ദേഹം തന്നെയാണ് ഫുഡ് മൈക്രോബയോളജിയുടെ ഫാദറും. എന്നാൽ ഫാദർ ഓഫ് മിൽക്ക് പാസ്ചറൈസേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസ് വോൺ സോസ്ലെറ്റ് എന്ന ആൻസറാണ് കൊടുക്കേണ്ടത്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. മിൽക്ക് പാസ്ചറൈസേഷൻ്റെ ഫാദർ ഫ്രാൻസ് വോൺ സോസ്ലെറ്റ് ആണ്. പാസ്ചറൈസേഷനിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം ഫുഡിനെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ പാസ്ചറൈസേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പാലാണ്. എന്നാൽ പാല് മാത്രമല്ല, ബിയർ, പിന്നെ വേറെ ഡയറി പ്രോഡക്ട്സ്, എഗ്ഗ്, ജ്യൂസസ്, ലോ ആൽക്കഹോളിക് ബിവറേജസ്, വൈന്, ഇവയെല്ലാം നമ്മൾ പാസ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഈ പാസ്ചറൈസേഷൻ എത്ര നേരം ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫുഡിൻ്റെ അസിഡിറ്റി ലെവൽ ബേസ് ചെയ്താണ്. ഇനി എന്തിനൊക്കെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പാത്തജനിക് ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ. രണ്ടെന്ന് പറയുന്നത് അതിലുള്ള എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് ആ പാസ്ചറൈസേഷൻ ടെക്നിക്ക് മാത്രമായിട്ടല്ല, അത് വേറെ പ്രിസർവേറ്റീവ് മെത്തേഡ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം മിൽമയിൽ നിന്ന് പാല് മേടിക്കുന്നു. ആ പാസ്ചറൈസ് ചെയ്ത പാല് നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വെളിയിൽ വെക്കുകയല്ല ചെയ്യുന്നത്, അത് നേരെ റെഫ്രിജറേറ്ററിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഈ പാസ്ചറൈസേഷൻ മാത്രമായിട്ടല്ല, ഇത് വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സുമായിട്ട് കമ്പൈൻ ചെയ്താണ് നമുക്ക് ഫുഡ് പ്രിസർവേഷന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ പാസ്ചറൈസ് ചെയ്ത പ്രോഡക്ട്സ് ഒരിക്കലും സ്റ്റെറൈൽ അല്ല. അതിൻ്റെ അകത്തിൽ വെജിറ്റേറ്റീവ് സ്പോർസും അതുപോലെ ബാക്ടീരിയൽ ടോക്സിൻസും ഒക്കെ കാണും. അപ്പം ഇത് ശ്രദ്ധിക്കുക. ബാക്ടീരിയൽ പാസ്ചറൈസ്ഡ് പ്രോഡക്ട്സ് ആർ നോൺ സ്റ്റെറൈൽ. പാസ്ചറൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്പോർ ഫോമിംഗ് ഓർഗാനിസംസിനെയും നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതായത് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, കോക്സില്ല ബെർണീറ്റി, ഇവയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ പാസ്ചറൈസേഷൻ്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസമായിട്ട് കണക്കാക്കിയിരുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. എന്നാൽ ഇപ്പോഴത് കോക്സില്ല ബെർണീറ്റിയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഒരു PSCയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ലേറ്റസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പാസ്ചറൈസേഷൻ എന്ന്. അതിൻ്റെ ആൻസർ കോക്സില്ല ബെർണീറ്റിയാണ്. എന്നാൽ നമ്മുടെ FSSAI സ്റ്റാൻഡേർഡ് പ്രകാരം ഇവ രണ്ടും മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസും കോക്സില്ല ബെർണീറ്റിയും ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. FSSAI സ്റ്റാൻഡേർഡ്സ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവ രണ്ടും ഉണ്ടെന്നുള്ളത് ഓർക്കണം. ഇനിയും പാസ്ചറൈസേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. അതാണ് ടെസ്റ്റ് ഇൻവോൾവ് ഇൻ പാസ്ചറൈസേഷൻ. അതിലെ മെയിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ആണ്. പിന്നീട് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ടെസ്റ്റ് ഉണ്ട്, കൊളിഫോം ടെസ്റ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ കൂടിയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ആണ്. ഈ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു എൻസൈമാണ്. നമ്മുടെ റോ മിൽക്കിലുള്ള ഒരു എൻസൈമാണ്. ഈ എൻസൈം നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നോർമലി അത് നശിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ പാല് പാസ്ചറൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പാലിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നല്ല രീതിയിൽ പാസ്ചറൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് പാരാ നൈട്രോഫിനിൽ ഡൈസോഡിയം ഓർത്തോഫോസ്ഫേറ്റ് ആണ്. അപ്പം ഈ റിയേജൻ്റ് നമ്മുടെ പാലിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പാലിൽ ഫോസ്ഫറ്റേസ് എൻസൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ
അവിടെ നൈട്രോഫിനൈൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ പാലിന് യെല്ലോ കളർ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ആ യെല്ലോ കളർ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോസ്ഫേറ്റേസ് എൻസൈം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പാല് നല്ല രീതിയിൽ പാസ്ചറൈസേഷൻ നടന്നിട്ടില്ല. ഇനിയും അടുത്ത ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ടെസ്റ്റ്. ഈ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിലെ എയറോബിക് ബാക്ടീരിയ എത്ര ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതലായിട്ട് നമുക്ക് എയറോബിക് ബാക്ടീരിയ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല രീതിയിൽ മിൽക്കിംഗ് എക്യുപ്മെൻറ്റ്സ് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാസ്ചറൈസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫുഡ് കൂൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പശുക്കളിലുള്ള മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകിടുവീനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ടെസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാം. ഇനി ഒരു ടെസ്റ്റാണ് കോളിഫോം ടെസ്റ്റ്. ഈ കോളിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അതായത് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ നൽകും. ഈ കോളിഫോംസ് ഒരു 35 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 48 hours പാല് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിലുള്ള ലാക്ടോസിനെ അവ ഫെർമെൻറ്റ് ചെയ്ത് ആസിഡും ഗ്യാസുമാക്കി മാറ്റുന്നു. അപ്പോൾ ഇതാണ് കോളിഫോം ബാക്ടീരിയ. അപ്പോൾ ഈ കോളിഫോംസ് നോർമലി കുറച്ച് എമൗണ്ടിൽ നമ്മുടെ പാലിലുണ്ട്. അപ്പം ഈ പാസ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവ നശിക്കപ്പെടുന്നു. അപ്പം ഈ പാസ്ചറൈസ് ചെയ്തതിന് ശേഷവും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പാസ്ചറൈസ് ചെയ്തില്ല എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഇതൊരു ഹൈജീനിക് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. As coliforms are killed by heat, these bacteria can also be used as an indicator of heat treatment failure as well as post-heat treatment contamination. ഇനി മെത്തേഡ്സ് ഓഫ് പാസ്ചറൈസേഷൻ. ഇതാണ് ഈ പാസ്ചറൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡ്സ്. അപ്പോൾ ഇതിലെ ഓരോ മെത്തേഡിൻ്റെയും ടെമ്പറേച്ചറും ഡ്യൂറേഷനും നമ്മൾ നോക്കണം. ആദ്യമായിട്ട് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം, അതായത് ചെറിയ ടെമ്പറേച്ചർ അത് കൂടുതൽ നേരം വെക്കുന്നു. അപ്പോൾ ആ ടെമ്പറേച്ചർ എത്ര നോക്കണം? 63 ഡിഗ്രി സെൽഷ്യസ് ഓർ 145 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 minutes. അതായത് 63 ഡിഗ്രിയിൽ, അപ്പം നമ്മൾ പാലിൻ്റെ കേസാണ് ഈ പറയുന്നത്. ഒരു പാലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 63 ഡിഗ്രി സെൽഷ്യസ് അത് പാല് ചൂടാക്കുന്നു. അതിനുശേഷം ഒരു 30 minutes ആ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്നു. ഇത് തന്നെയാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ പേരുകളാണ് ബാച്ച് പാസ്ചറൈസേഷൻ, ഹോൾഡിംഗ് മെത്തേഡ്, ഹോൾഡർ മെത്തേഡ്, വാറ്റ് പാസ്ചറൈസേഷൻ ഒക്കെ. അപ്പം ഈ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ആ 30 minutes എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 63 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കി, ആ ചൂടാക്കിയതിന് ശേഷം അതങ്ങ് ഓഫ് ചെയ്യുകയല്ല, അവിടെ ഒരു അരമണിക്കൂറോളം നമ്മൾ ആ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സമയത്തിന് നമ്മൾ ഹോൾഡിംഗ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ അത് 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്നു. Here milk is heated at 63 degrees Celsius or 145 degree Fahrenheit for 30 minutes and cooled to 5 degrees Celsius. The prolonged holding period alters the structure of milk protein, making it better for making yogurt. It causes greater changes to flavor and a slightly great loss of vitamins. അപ്പം ഈ LTLTയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗട്ട്, തൈരൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ പ്രോസസ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്ലേവറിന് നാശം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റമിൻ ലോസും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. LTLTയുടെ പല ടൈപ്സ് ആണ് ഈ പറയുന്നത്. വാട്ടർ ജാക്കറ്റഡ് വാട്ടർ സ്പ്രേ ടൈപ്പ്, കോയിൽ, വാറ്റ് ടൈപ്പ്. ജസ്റ്റ് ഈ പേരുകൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് LTLTയുടെ ടൈപ്സ് ആണെന്ന് അറിഞ്ഞു വെക്കുക. ഇനി HTST, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം മാത്രം വെക്കുന്നു. മറ്റേവിടത്ത് നമ്മൾ 30 minutes വെച്ചു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 161 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 15 സെക്കൻഡ്സ് മാത്രമേ അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിനെ നമ്മൾ ഫ്ലാഷ് മെത്തേഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ എന്നും പറയുന്നുണ്ട്. അപ്പം മിൽക്ക് food is heated at 72 degrees Celsius or 161 degree Fahrenheit for 15 seconds and cooled at 5 degrees Celsius.
അപ്പം ഈ ഫ്ലാഷ് പാസ്ചറൈസേഷൻ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് പെട്ടെന്ന് നശിക്കുന്നതായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്, വെജിറ്റബിൾ ജ്യൂസ്, പിന്നെ ഡയറി പ്രോഡക്ട്സിലൊക്കെയാണ്. കൂടുതലായിട്ടും നമ്മൾ ഫ്രൂട്ട് ജ്യൂസിൽ തന്നെയാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളറും ഫ്ലേവറും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രോപ്പിക്കാനോ കമ്പനിയിലെ ട്രോപ്പിക്കൻ ജ്യൂസ് ഒക്കെ വരുന്നത് അവരുടെ പ്രോഡക്ട്സിൽ 1950s തൊട്ട് തന്നെ അവർ ഫ്ലാഷ് പാസ്ചറൈസേഷൻ ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ സ്ലൈഡിൽ ആ ടെമ്പറേച്ചർ ഓർക്കുക 72 ഡിഗ്രി സെൽഷ്യസ് ഓർ 161 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 15 സെക്കൻഡ്സ്. ഇനി അടുത്തൊരു മെത്തേഡാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ. അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ട് ടെമ്പറേച്ചർ നമുക്ക് റെഫറൻസുകൾ കാണാം. ഒന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ 135 ഡിഗ്രി സെൽഷ്യസ് ഓർ 275 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 3 സെക്കൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ 137 ഡിഗ്രി സെൽഷ്യസ് ഓർ 278.6 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 2 സെക്കൻഡ്സ്. ഇതിവിടെ വേറെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ പാസ്ചറൈസേഷനും അസെപ്റ്റിക് പ്രോസസ്സിങ്ങും ആണ്. അപ്പം ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ മൈക്രോ ഓർഗാനിസംസും അതിൻ്റെ സ്പോർസോടുകൂടി നശിക്കുന്നുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർ ഫോമിംഗ് ബാക്ടീരിയനെ നശിപ്പിക്കാനായിട്ട്, അതായത് ബാസിലസ് ലിച്ചെൻഫോമിസ്, ബാസിലസ് സബ്ടൈലിസ് ഇവയൊക്കെ നശിപ്പിക്കുന്നു. പിന്നെ എൻസൈംസിനെയും ഇനാക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ്, സക്കാരോമൈസിസ് സെർവീസെയിൻ, ബിയർ ഇതിനെയൊക്കെ ഇവ ഇനാക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് UHT പ്രോസസ്സിൻ്റെ പർപ്പസ്. ഇതിൽ കൊടുത്തേക്കുന്ന HTSTയും UHTയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ HTSTയിൽ കുറച്ചുകൂടി കുറഞ്ഞ ടെമ്പറേച്ചറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു മച്ച് ലോവർ ടെമ്പറേച്ചർ. എന്നാൽ UHTയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 135 അല്ലെങ്കിൽ 137 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ഡ്യൂറേഷൻ HTSTയിലാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ നമ്മൾ പാസ്ചറൈസ് ഹോൾഡിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ UHTയിലാണെങ്കിൽ വെറും സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. HTSTയുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 to 3 വീക്സ് ആണ്. എന്നാൽ UHTയുടെ വരുമ്പോഴത്തേക്ക് 2 to 3 മന്ത്സ് ആണ്. HTST എന്ന് പറയുന്നത് ഒരു പാസ്ചറൈസേഷൻ ടെക്നിക്ക് മാത്രമാണ്. എന്നാൽ UHT എന്ന് പറയുന്നത് ഒരു പാസ്ചറൈസേഷനും അതോടൊപ്പം തന്നെ ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്കൂടാണ്. കാരണം നമ്മൾ പറഞ്ഞു അതിൻ്റെ അതിലെ സ്പോർട്സും എല്ലാം ഡിസ്ട്രോയ് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് UHTയിലെ കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്യുക. കളറും ഫ്ലേവറും HTSTയിൽ ആണെങ്കിൽ കളറും ഫ്ലേവറും ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്നാൽ UHTയിലാണെന്നുണ്ടെങ്കിൽ കളറും ഫ്ലേവറും ഒന്നും പ്രിസർവ് ചെയ്യുന്നില്ല. പ്രോട്ടീൻ ഡീനേച്ചറേഷൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ പ്രോട്ടീൻ ഡീനറേഷൻ ഉണ്ടാകുന്നില്ല. എന്നാൽ UHTയിലാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഡാമേജ്, പ്രോട്ടീൻസിനുള്ള സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് HTSTയും UHTയും തമ്മിലുള്ള വ്യത്യാസം. ആ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഹോൾഡിംഗ് ടൈമിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഇതൊരു UHT എന്ന് പറയുന്നത് ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് കൂടിയാണ്. പിന്നെ മെയിനായിട്ടുള്ളത് HTSTയിൽ കളർ പ്രിസർവ് ചെയ്യുന്നുണ്ട്, എന്നാൽ UHTയിൽ കളർ പ്രിസർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി UHT പ്രോസസ്സിങ്ങിൻ്റെ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. ഒന്ന് ഡിറക്റ്റ് ഹീറ്റിങ്ങും ഒന്ന് ഇൻഡിറക്റ്റ് ഹീറ്റിങ്ങും. ഈ ഡിറക്റ്റ് ഹീറ്റിങ്ങിൽ തന്നെ നമ്മൾ നേരിട്ട് ചൂട് കൊടുക്കുന്നു. അപ്പോൾ അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻജക്ഷൻ, 2 ഇലക്ട്രിക് ഹീറ്റിംഗ്, 3 ഇൻഫ്യൂഷൻ. ഈ ഇൻജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ സ്റ്റീം നമ്മുടെ ഫുഡിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഫുഡ് തണുപ്പിക്കുന്നു. ഹൈ പ്രഷർ സ്റ്റീം ഈസ് ഡയറക്ട്ലി അപ്ലൈഡ് ഇൻ യുവർ ഫുഡ് പ്രൊഡക്റ്റ് ബൈ സ്റ്റീം ഇൻജക്ടർ. ദെൻ ഫുഡ് പ്രൊഡക്റ്റ് ഈസ് ഫ്ലാഷ് കോൾഡ് ഇൻ വാക്വം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫ്ലേവർ ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്ട്സിലും ഇത് ചെയ്യത്തില്ല. ഇനി ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നോസിൽ വഴി ഹൈ പ്രഷറിൽ സ്റ്റീം ഉള്ള ഒരു ചേംബറിലേക്ക് ഫുഡിനെ കടത്തിവിടുന്നു. അതിനുശേഷം ഇത് ഫ്ലാഷ് കൂളിംഗ് ചെയ്യുന്നു. ഇതാണ് ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫുഡ് പ്രോഡക്റ്റ് ഈസ് പമ്പ്ഡ് ത്രൂ എ ഡിസ്ട്രിബ്യൂട്ടഡ് നോസിൽ ഇൻ ടു എ ചേംബർ ഓഫ് സ്റ്റീം വിത്ത് ഹൈ പ്രഷർ. Most surface area of food product is exposed to steam in this system. Immediately after processing, flash cooling is applied to the food product in vacuum chamber. അടുത്തത് ഇലക്ട്രിക് ഹീറ്റിംഗ്. ഇലക്ട്രിക് കറണ്ട് ഫുഡിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പം ഇത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ലിക്വിഡ് ഫുഡും പാർട്ടിക്കുലേറ്റ് ഫുഡ്. പാർട്ടിക്കുലേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ, അതായത് നമ്മുടെ
മിൽക്ക് പൗഡർ, വേ പ്രോട്ടീൻ, പിന്നെ സ്പൈസസ്, അങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് ഫുഡിലും പാർട്ടിക്കുലേറ്റ് ഫുഡിലും ഒക്കെയാണ് നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗ് വഴി ചെയ്യുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് സിസ്റ്റം. ഈ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് സിസ്റ്റത്തിൽ ഫുഡ് പ്രോഡക്റ്റും ഹീറ്റ് സോഴ്സും തമ്മിൽ നേരിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല. ഇവ രണ്ടും ഒരു പാർട്ടീഷന്റെ സഹായത്തോടുകൂടി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പാർട്ടീഷന്റെ ഒരു ഭാഗത്തു കൂടി ഫുഡും മറ്റേ ഭാഗത്തുകൂടി ഹീറ്റ് സോഴ്സും പോകുന്നു. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ സഹായത്തോടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് തന്നെ പല ടൈപ്പിലുണ്ട്. അത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ, സ്ക്രൈബ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഇവയാണ്. അപ്പം ജസ്റ്റ് പേരുകൾ ഒന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൽ നിന്ന് ഞാനൊരു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ നമ്മൾ ഹാർട്ട് ഓഫ് പാസ്ചറൈസേഷൻ എന്ന് പറയും. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഇതും രണ്ട് ടൈപ്സ് ഉണ്ട്. ഇൻ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറും കോൺസെൻട്രിക് ഹീറ്റ് എക്സ്ചേഞ്ചറും. In non-Newtonish fluid like ketchup, baby food, shell and tube type heat exchangers are used. അതായത് നമ്മുടെ ന്യൂട്ടൻ്റെ ലോ ഓഫ് വിസ്കോസിറ്റി ഫോളോ ചെയ്യാത്ത ഫ്ലൂയിഡ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു ടൈപ്പാണ് വാക്വം പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഓർ ക്രീം അണ്ടർ വാക്വം. വാക്വത്തിൻ്റെ സഹായത്തിൽ പാസ്ചറൈസ് ചെയ്യുന്നതിനാണ് വാക്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ഫ്ലേവർ, മിൽക്കിൻ്റെ ആയാലും ക്രീമിൻ്റെ ആയാലും അതിലുള്ള ഓഫ് ഫ്ലേവേഴ്സ് ഒക്കെ മാറുന്നു. ഓക്കെ, യൂസ് എസ്പെഷ്യലി ഫോർ പാസ്ചറൈസേഷൻ ഓഫ് ക്രീം മെൻ ഫോർ ബട്ടർ മേക്കിംഗ്. അപ്പം ബട്ടർ മേക്കിങ്ങിന് ഉള്ള ക്രീമാണ് ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ മെഷീൻ ഇത് ഈ വാക്വം പാസ്ചറൈസേഷൻ ചെയ്യുന്ന മെഷീൻ നമ്മൾ പറയുന്നത് വാക്സറേറ്റർ എന്നാണ്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനി ന്യൂസിലൻഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആ കമ്പനിയുടെ പേര് മിസസ് മുറേ ഡിയോഡറൈസർ ലിമിറ്റഡ് ആണ്. അപ്പം ഇത് വാക്സറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഓർ ക്രീം അണ്ടർ വാക്വം. ആ മെഷീൻ്റെ പേര് വാക്സറേറ്റർ. ഇനി ഒരു ടൈപ്പാണ് സ്റ്റസാനൈസേഷൻ. ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ ഹെൻറി സ്റ്റാസ്നോയാണ്. ഇത് നോർമലി ഫ്രാൻസ്, ഇറ്റലി, ഡെൻമാർക്കിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഹീറ്റിംഗ് ഓഫ് മിൽക്ക് ടു ദ ഡിസൈർഡ് ടെമ്പറേച്ചർ ബൈ പാസിംഗ് ഇൻ ബിറ്റ്വീൻ ടു വാട്ടർ ഹീറ്റഡ് പൈപ്സ് ത്രൂ നാരോ സ്പേസ് ഓഫ് 0.6 to 0.8 mm. Okay, milk is heated at 74 degrees Celsius for 7 seconds. അപ്പം ഇത് രണ്ട് പൈപ്പുകളുണ്ട്. ആ പൈപ്പിൽ നല്ല രീതിയിൽ ഹീറ്റഡ് വാട്ടർ കടത്തിവിടുന്നു. അതിൻ്റെ ഇടയിൽ കൂടി പാല് കടത്തിവിടുന്നു. ഓക്കെ, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 74 ഡിഗ്രി സെൽഷ്യസ്. അത് 7 സെക്കൻഡിലാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഹോൾഡിംഗ് ടൈമാണ് 7 സെക്കൻഡ്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്തത് ഹെൻറി സ്റ്റാസ്നോയാണ്. പിന്നെ യൂപ്പറൈസേഷൻ, ഇതിൻ്റെ സിനോണിം വേറൊരു പേരാണ് അൾട്രാ പാസ്ചറൈസേഷൻ. മിൽക്ക് ഹീറ്റഡ് വിത്ത് ഡിറക്റ്റ് സ്റ്റീം അപ് ടു 150 degrees Celsius ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അപ്പോൾ സ്റ്റീമിൻ്റെ സഹായത്തോടുകൂടി ഇത് പാസ്ചറൈസേഷൻ ചെയ്തു. അത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ് പോലും ഇല്ല, അതിൽ കുറഞ്ഞ ടൈമിലാണ് ഇത് പാസ്ചറൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് അൾട്രാ പാസ്ചറൈസേഷൻ എന്നും പറയും. ഇനി ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോ മിൽക്ക് ഒക്കെ ആണെങ്കിൽ കുപ്പികളിൽ നിറച്ചതിന് ശേഷം അതിനുശേഷം പാസ്ചറൈസ് ചെയ്യുന്നു. ഓക്കെ, ഹിയർ ബോട്ടിൽസ് ആർ ഫിൽഡ് വിത്ത് റോ മിൽക്ക് ആൻഡ് ആർ ടൈറ്റ്ലി സീൽഡ് വിത്ത് സ്പെഷ്യൽ ക്യാപ്സ് ആൻഡ് ഹെൽഡ് അറ്റ് 63 to 66 degrees Celsius or 145 to 150 degree Fahrenheit for 30 minutes. Then the bottles are passed through water spray of decreasing temperature which cools both the product and bottle. അപ്പം ആദ്യമേ റോ മിൽക്ക് ബോട്ടിലിൽ ഒഴിക്കുന്നു. അതിനുശേഷം ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 63 തൊട്ട് 66 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു ഫോർ 30 minutes. അതിനുശേഷം ഇതിനെ തണുപ്പിച്ചെടുക്കുന്നു. ഓക്കെ, ആ തണുപ്പിച്ചെടുക്കുന്ന ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിച്ചെടുക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പാസ്ചറൈസേഷൻ കണ്ടാമിനേഷന് ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് പാസ്ചറൈസ് ചെയ്തതിന് ശേഷം വരുന്ന കണ്ടാമിനേഷനിലേക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്.
മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ്ചറൈസ് ചെയ്യുമ്പോൾ ഈ ബോട്ടിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഓവർ സൈസ് ആയിട്ടുള്ള ബോട്ടിൽസ് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇനി കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ പാസ്ചറൈസേഷൻ നടത്തുമ്പോൾ ഡിക്രീസ് ചെയ്ത വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അത് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വൈറ്റമിൻ ബിയിലെ B2, B12, പിന്നെ വൈറ്റമിൻ ഇയുമാണ്. പിന്നെ പാസ്ചറൈസേഷൻ നടത്തുമ്പോൾ കൂടുന്നതായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ ആണ്. പാസ്ചറൈസേഷൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ക്യൂ ഫീവർ, TB, ബ്രുസെല്ലോസിസ്, ഡിപ്തീരിയ, സ്കാർലറ്റ് ഫീവർ ഒക്കെ. It also kills harmful bacteria like Salmonella, Yersinia, Listeria, Staphylococcus, E. coli, Campylobacter. പിന്നെ മൈക്രോവേവ് വോളിമെട്രിക് ഹീറ്റിംഗ് ഈസ് ദ ന്യൂവസ്റ്റ് അവൈലബിൾ പാസ്ചറൈസേഷൻ ടെക്നോളജി. മൈക്രോവേവ് വോളിമെട്രിക് ഹീറ്റിംഗ് ആണ് ഇപ്പോഴുള്ളതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള പാസ്ചറൈസേഷൻ ടെക്നോളജി. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Which of the following does not kill endospores? Autoclave, incineration, hot air sterilization, pasteurization. ഇതിൻ്റെ ആൻസർ പാസ്ചറൈസേഷൻ ആണ്. Milk is pasteurized in batch method by keeping it at 63 degrees Celsius for 30 minutes, 63 degrees Celsius for 45 minutes, 73 degrees Celsius for 13 minutes, 72 degrees Celsius for 6 minutes. ആൻസർ 63 degrees Celsius for 30 minutes ആണ്. ഇനി പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക് അറ്റ് ഡാഷ് ഓഫ് വാട്ടർ, above the boiling point, below the boiling point, at the boiling point, none of the above. Answer below the boiling point ആണ്. Water activity of pure water is less than 1, equal to 1, greater than 1, none of the above. Answer equal to 1 ആണ്. Among the four, which of the following method is the most recent type of pasteurization? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാച്ച് പാസ്ചറൈസേഷൻ, ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ, UHT ആൻഡ് LHT. ഇതിൻ്റെ ആൻസർ UHT ആണ്. ഡാഷ് denatures the enzymes that cause milk to spoil. Homogenization, pasteurization, both option 1 and 2, none of the above. ആൻസർ പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, ഇത്രയായിരുന്നു നമുക്ക് പാസ്ചറൈസേഷനിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ലൈഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ടെമ്പറേച്ചറുകളാണ്. HT/LT ആണെങ്കിലും LT/LT ആണെങ്കിലും എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചറുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. UHT ടെമ്പറേച്ചർ നോക്കുക, അതിൻ്റെ ഹോൾഡിംഗ് ടൈം എത്രയാണെന്ന് നോക്കുക, പിന്നെ തണുപ്പിക്കുന്ന ടെമ്പറേച്ചർ, ഇവയാണ് ഇതിനകത്തിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഒരു ടോപ്പിക്കാണ്. താങ്ക് യു.